ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി MP കള്ളാടിയിൽ ദുരന്തമുണ്ടായ കള്ളാടിയിൽ സന്ദർശനം നടത്തുകയാണ്. നേരത്തെ പ്രിയങ്ക ഗാന്ധി MP ഇപ്പോൾ സന്ദർശനത്തിനായി കള്ളാടി ദുരന്ത മേഖലയിലേക്ക് എത്തുകയാണ്. പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്താത്തതിൽ ഒരു വിമർശനമൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ സന്ദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ കള്ളാടി, വയനാട്ടിലെ കള്ളാടി ദുരന്ത മേഖലയിലാണ് MP പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ സന്ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. അവിടെ എത്തി ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ദീപക് മോഹൻ, MP എത്തിയിരിക്കുന്നു. ശ്രുതി, കള്ളാടി ദുരന്ത മേഖല സന്ദർശിക്കാനായി വയനാട് MP പ്രിയങ്ക ഗാന്ധിയാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളുമായി, മീനാക്ഷി സ്റ്റേറ്റിലെ ആളുകളുമായി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ കള്ളാടി മേഖലയിലുള്ള ദുരന്തത്തിന്, മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ശേഷമുള്ളൊരു ഓൺലൈൻ അവലോകന യോഗം ചേർന്നിരുന്നു. ആ സമയത്ത് കൃത്യമായ നിർദ്ദേശങ്ങൾ MP നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഈ മേഖലയിലെത്തി ദുരന്ത ബാധിത മേഖല, അതായത് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടിയിലെ പ്രദേശം സന്ദർശിക്കാനാണ് MP എത്തിയത്. അപ്പോഴാണ് നേരത്തെ നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ കണ്ട ആളുകൾ ഉൾപ്പെടെയുള്ള പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആളുകളുണ്ട്. അവർ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സന്ദർശിച്ചതിന് ശേഷം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളെ കാണും. അതിനുശേഷം വൈകിട്ടോടുകൂടി ഈ കള്ളാടി ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തകരായി സേവനം ചെയ്ത ആളുകളെ ആദരിക്കുന്ന ചടങ്ങിലും MP പങ്കെടുക്കും. വൈകിട്ടോടുകൂടിയായിരിക്കും പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് മടങ്ങുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രിയങ്ക ഗാന്ധിയോടൊപ്പം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, അതോടൊപ്പം കൽപ്പറ്റ മാനന്തവാടി MLA അടക്കമുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ ഈ മേഖലയിലുണ്ട്. ഈ കള്ളാടി പാലത്തിന് സമീപത്തേക്കുള്ള പ്രദേശത്ത് ഇപ്പോൾ അവിടെ സന്ദർശിച്ച് ഇവിടെയുള്ള നാട്ടുകാരുമായി പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയാണ്. ഒപ്പം രാജു P നായരും കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെയുള്ള മേഖലയിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം, മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായത് തൊട്ട് താഴ്ഭാഗത്ത് പാലത്തിന് സമീപത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്ന അഷ്റഫ് എന്ന ആളാണിപ്പോൾ പ്രിയങ്ക ഗാന്ധിയോട് സംസാരിക്കുന്നത്. നേരത്തെ ഈ മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ സമയത്ത് അവർ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തിരികെ വന്ന സമയത്ത് വീട് മണ്ണിടിച്ചിലിൽ തകർന്ന ഒരു ദൃശ്യമാണ് ഉണ്ടായത്. ഏതായാലും അവരിപ്പോൾ ആ കാര്യങ്ങൾ രാജു P നായരുടെ സഹായത്തോടുകൂടി പ്രിയങ്ക ഗാന്ധിയോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് മേപ്പാടി വിംസ് ആശുപത്രിയിലേക്ക് പോകും. അവിടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളെ കാണും. അതിനുശേഷമായിരിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള ഈ ഇവിടെ ഉണ്ടായ ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തകരായി സേവനം ചെയ്ത ആളുകളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുക. വലിയ രാഷ്ട്രീയ വിമർശനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ദുരന്തമുണ്ടായിട്ടും വയനാട് MP ഈ കള്ളാടി മണ്ണിടിച്ചിൽ മേഖല സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വലിയ രാഷ്ട്രീയപരമായ വിവാദമായിരുന്നു. അതിനൊക്കെ മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ കള്ളാടി മണ്ണിടിച്ചിൽ മേഖല സന്ദർശിക്കാനായി എത്തിയിരിക്കുന്നത്. ശ്രുതി, ദീപക്, ഈ ദുരന്തം നടന്ന് 18 ദിവസമായി. അതിനുശേഷമാണ് MP എത്തുന്നത്. ഇപ്പോൾ ദീപക് പറഞ്ഞ പോലെ തന്നെ MP എത്താത്തതിലൊക്കെ വിമർശനം ഉയർന്നിരുന്നു. എന്തായാലും MP ഇന്നിപ്പോൾ 18 ദിവസം വൈകിയാണെങ്കിലും എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നും കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുകയൊക്കെ ചെയ്തിരുന്നപ്പോഴും നേരിട്ടെത്താത്തതിലുള്ള വിമർശനം വലിയ രീതിയിൽ ഉയരുകയും ചെയ്യുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം അടക്കം ഉയർന്നു. എന്തായാലും ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ്. ആദ്യം ഈ ദുരന്തം നടന്ന മേഖല തന്നെ അല്ലേ? അതേ ശ്രുതി, നിലവിലിപ്പോൾ പ്രിയങ്ക ഗാന്ധി MP ഈ കള്ളാടി മണ്ണിടിച്ചിലിന് തുരങ്കമുഖത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള റോഡിൽ നിന്ന് ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിക്കുക. നേരത്തെ ഈ ദുരന്തം പിന്നിട്ട് 17 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് പ്രിയങ്ക ഗാന്ധി MP എത്തിയത്. MP ഇവിടെ എത്താത്തതിനെയൊക്കെ തുടർന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനിപ്പോൾ ഒരു മറുപടി എന്ന നിലയിൽ കൂടിയാണ് ഈ സന്ദർശനം. മാത്രമല്ല, ഈ മേഖലയിലെ മണ്ണ് ഇവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശിച്ച് മടങ്ങിയിരുന്നു. ആ സമിതിയുടെ ഉത്തരവ് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് അടക്കം പഠിച്ചുകൊണ്ടായിരിക്കും MP എന്ന നിലയിൽ ഇനി തുരങ്കപാതയുടെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരിക. ഏതായാലും ഇവിടെ ഇപ്പോൾ കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം ഈ നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനിയുടെ ദിലീപ് ബിൽഡിംഗോണിൻ്റെ ചുമതലയുള്ള ആളുകൾ, ഒപ്പം മന്ത്രിമാർ, വയനാടിൻ്റെ ചുമതലയുള്ള കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖ്, അതോടൊപ്പം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച വയനാട്ടിലെ MLA മാരടക്കമുള്ള നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുമായി ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി ഈ പ്രദേശവാസികളുമായി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നേരത്തെ ഈ പരിക്കേറ്റ ആളുകൾക്കും അതോടൊപ്പം ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ആശ്രിതർക്കും ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതിലുൾപ്പെടെ കൃത്യമായൊരു തീരുമാനം ഇന്നുണ്ടാകും എന്നുള്ളൊരു എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബങ്ങൾ. അവരടക്കം ഇവിടെ പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിക്കുന്നുണ്ട്.
കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാലത്തിന് തൊട്ട് താഴ്ഭാഗത്ത് താമസിക്കുന്ന അഷ്റഫിൻ്റെ കുടുംബമാണിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുമായി കാര്യങ്ങൾ സംസാരിക്കുന്നത്. മണ്ണിടിച്ചിലിൽ അവരുടെ വീട് തകർന്നിരുന്നു. പകരം മറ്റൊരു വീട് അല്ലെങ്കിൽ അവർക്ക് മാറി താമസിക്കാനുള്ള സൗകര്യം സർക്കാർ ഒരുക്കുമെന്ന് അറിയിച്ചിരുന്നു. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണോ? കഴിഞ്ഞോ? എത്ര നേരമായി എത്തിയിട്ട് MP? ഇനിയിപ്പോൾ നേരെ ആശുപത്രിയിലേക്കായിരിക്കുമല്ലേ? ശ്രുതി, തുടക്കത്തിൽ ഈ കള്ളാടി പാലത്തിന് സമീപത്ത് നിന്ന് പ്രിയങ്ക ഗാന്ധി എത്തി, പാലത്തിന് മറുഭാഗത്തെത്തി അവിടെയുള്ള മറ്റ് ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ട് ഈ മണ്ണിടിച്ചിൽ സ്ഥലത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് അടുത്തേക്കുള്ള ഭാഗത്തേക്ക് സന്ദർശനം നടത്താനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഈ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ സമയത്ത് എപ്പോഴും, അതായത് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ നാളുകളോളം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിലടക്കം കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് മന്ത്രിമാരായ T സിദ്ദീഖ്, അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ നേതൃത്വം നൽകിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രിയങ്ക ഗാന്ധി ഈ മേഖലയിൽ, അതായത് മണ്ണിടിച്ചിലുണ്ടായ ഈ സ്ഥലത്ത് ശരി, ഓക്കെ. കള്ളാടി ദുരന്ത മേഖല സന്ദർശിക്കുകയാണ് MP പ്രിയങ്ക ഗാന്ധി. 18 ദിവസമായി ഈ ദുരന്തം നടന്നിട്ട് ഇപ്പോഴാണ് MP എത്തിയത്. വിമർശനമൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും MP എത്തി, സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്, അവിടുത്തെ സാഹചര്യങ്ങൾ കാണുകയാണ്. അതിനുശേഷം ആശുപത്രിയിൽ ഉള്ളവരെ സന്ദർശിക്കും. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.